നാടകം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ കല ഒരു കാലത്ത് ഒരുപക്ഷെ സിനിമയേക്കാൾ കൂടുതലായി പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, നാടകം കാണുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹവും ഒരു വിനോദോപാധിയും ഒക്കെ അതായിരുന്നു. പക്ഷേ കാലം ചെന്നപ്പോൾ നാടകം എന്നുള്ള കലാരൂപത്തിന് തന്നെ മാറ്റങ്ങൾ വന്നു. അതിന് ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനം പഴയതുപോലെ അല്ല, അത് കുറഞ്ഞു വന്നു. പല മാധ്യമങ്ങൾ, ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, സിനിമ, അങ്ങനെ വലിയ കുതിച്ചുചാട്ടം നടത്തിയ മാധ്യമങ്ങൾക്കിടയിൽ നാടകം പതുക്കെ പതുക്കെ പിൻനിരയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇതൊക്കെ ആയിരിക്കണം സംഘാടകരെ നാടകം കാണാൻ ആളുണ്ടോ എന്നുള്ള പേരിടാനുള്ള കാരണം. പക്ഷെ നാടകത്തിന് ഇപ്പോഴും എത്രമാത്രം കാണികളുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഫെസ്റ്റിവൽ തൃശ്ശൂർ നടക്കുകയാണ്, ഇറ്റ്ഫോക്ക്. നമുക്കറിയാം, അതിന് ധാരാളം ജനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്നോടൊപ്പമുള്ള ഈ 3 പേരും നാടകരംഗത്ത് വളരെ സജീവമായി ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ആളുകളാണ്. അവരെ ഞാൻ അവരെക്കുറിച്ച് വിശദമായി പറയാം. പക്ഷെ അതിനു മുമ്പ് അവരെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ഇന്ന് നാടകത്തെക്കുറിച്ച്, മലയാള നാടകത്തെക്കുറിച്ചും മൊത്തത്തിൽ നാടകം എന്നുള്ള കലയെക്കുറിച്ചും സംസാരിക്കാൻ ഏറ്റവും അർഹരായ 3 പേർ. അവർ ആധികാരികമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് അധികം അതിലേക്ക് പോകുന്നില്ല. ഞാൻ ആദ്യം സന്ധ്യയിൽ നിന്ന് തുടങ്ങാം. സന്ധ്യ ഒരു വലിയ നാടക പാരമ്പര്യത്തിൻ്റെ ഉടമയാണ്. ഒ മാധവൻ്റെയും വിജയകുമാരിയുടെയും കേരളത്തിൻ്റെ മലയാള നാടകത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ തുടങ്ങിയ ആ 2 അഭിനേതാക്കളുടെ കാളിദാസ കലാകേന്ദ്രം എന്നുള്ള വലിയ സാമൂഹിക ഒരു തിയേറ്റർ മൂവ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സാരഥി സന്ധ്യയുടെ ജീവിത പങ്കാളിയായ രാജേന്ദ്രനും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഈ രംഗത്തെത്തിയ ആളാണ്. സന്ധ്യ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യത്തെ ബാച്ചിൽ പഠിച്ച സന്ധ്യ. ചോദിക്കട്ടെ, ഈ ചോദ്യം ശരിയാണോ? നാടകം കാണാൻ ആളുണ്ടോ? ഹലോ, നാടകം കാണാൻ ആളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാടകം കാണാൻ പണ്ടത്തെ പോലെ ആളില്ല എന്നാണ് പറയേണ്ടത്. പണ്ട് എനിക്ക് ഈ പറഞ്ഞ കണക്ക് തിങ്ങി നിറഞ്ഞ പ്രേക്ഷക സമൂഹത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ശുഷ്കിച്ച പ്രേക്ഷക സമൂഹത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആസ്വാദനം അന്നും ഇന്നും ആ പ്രേക്ഷകൻ ഒരേപോലെയാണ്. അപ്പോൾ പ്രേക്ഷകൻ ആവശ്യപ്പെടുന്ന എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ചുമതലയും നമ്മൾക്കുണ്ട്, അത് ഞങ്ങൾക്കുണ്ട്. ആവശ്യപ്പെടുന്നത് കൊടുക്കുമ്പോൾ അത് കാണാനും ആസ്വദിക്കാനും ആളുകളുണ്ടാവും. പക്ഷേ ഇപ്പം പ്രത്യക്ഷത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കലാകാരന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യക്കുറവുണ്ട്. അത് പല തരത്തിലും, രചനാപരമായാലും സംവിധാനപരമായാലും അഭിനയപരമായാലും ആവിഷ്കാരപരമായാലും നമുക്കൊരുപാട് വിലങ്ങുകളുണ്ട്. പണ്ടത്തെ പോലെ സ്വാതന്ത്ര്യമായി നമുക്കൊരു തീം എടുക്കാൻ പറ്റില്ല. ഒരുപാട് ആലോചിക്കണം. 3ഉം 4ഉം പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞങ്ങളൊരു തീം എടുക്കുന്നത്. ശശിയൊക്കെ എഴുത്തുകാരനാണ്. ശശി എത്ര പ്രാവശ്യം ചിന്തിക്കും, ഒരു പദം എഴുതുമ്പോൾ അത് എവിടെയെങ്കിലും കൊള്ളുമോ, ആർക്കെങ്കിലും ഹാനികരമാകുമോ, അങ്ങനെയുള്ള ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഹോംവർക്ക് ഒരുപാട് വരുന്നത് നാടകത്തിൻ്റെ നല്ലതിനല്ല, അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും മാറ്റിവെച്ച് ആർക്കും എങ്ങും കൊള്ളാത്ത അമ്പുകൾ കൊണ്ടൊന്നും മുറിവ് ഏൽക്കരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രൂപീകരിച്ചെടുക്കുന്ന ഒരു ഘടകം മാത്രമായി പോകുമ്പോൾ അതിൻ്റെ ജീവൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ജീവന് പിന്നെ എന്തെല്ലാം നമ്മൾ എനർജി ഡ്രിങ്ക് കൊടുത്താലും അതിൻ്റേതായ ഒരു നിലനിൽപ്പേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം ഇന്നും കളിക്കുന്നു. മുടയനായ പുത്രൻ ഞാൻ ജനിക്കുന്നതിനൊക്കെ മുന്നേ സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഇന്നും ഹൗസ്ഫുള്ളാണ്. എന്തുകൊണ്ടാണ്? അത് അന്നത്തെ കലാകാരനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ബലമാണ്, ഇന്നും അതിനുള്ള ജീവൻ. പക്ഷെ ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളൊരു പ്രോഡക്റ്റ് പുറത്ത് കൊണ്ടുവരുന്നത്. ഒരു രചയിതാവെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ശശിക്ക് കുറച്ചും കൂടെ പറയും. ഞാൻ രചയിതാവല്ല, ഞാൻ സംവിധായികയും സംഘാടകയും അഭിനേതാവുമാണ്. അപ്പം ഈ രചയിതാവ് തരുന്നതിനകത്താണ് നമ്മൾ എന്തും പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ശശിക്കൊക്കെ കുറച്ച് കൂടുതൽ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നുള്ള പറയാൻ പറ്റും. ഞാൻ ശശിയിലേക്ക് വരാം. ശശികുമാർ സിത്താര, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാടക അരങ്ങുകളിൽ അഭിനയിച്ച ഒരു നാടകത്തിൻ്റെ രചയിതാവും
സംവിധായകരും, ഒരു ഇരട്ട സംവിധായകരും ഇരട്ട രചയിതാക്കളുമാണ്. അവരിൽ ഒരാളാണ് പിന്നെ ഷേക്സ്പിയറിൻ്റെ ജീവിതം, വില്യം ഷേക്സ്പിയറിൻ്റെ ജീവിതം ആധാരമാക്കി സംവിധാനം ചെയ്ത ഇതിഹാസം. ഇപ്പം മറ്റൊരു നാടകം മണികർണിക എന്നുള്ള ഝാൻസി റാണിയുടെ ജീവിതം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ എന്താ പറയുക ചരിത്രം, അത്തരം വിഷയങ്ങൾ തേടി പോകുന്നതിൻ്റെ ഒരു കാരണം സന്ധ്യ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യമാണ്. സമകാലിക വിഷയങ്ങൾ നിങ്ങൾക്കെടുത്ത് രംഗവേദിയിൽ അവതരിപ്പിക്കാൻ ഉള്ള പ്രായോഗികമായ തടസ്സം കൊണ്ടാണോ ഇങ്ങനെയുള്ള ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത്? തീർത്തും പറയുകയാണെങ്കിൽ അത് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ നാടകം ഈ നേരത്തെ സന്ധ്യ ചേച്ചി പറഞ്ഞതുപോലെ പ്രൊഫഷണൽ നാടകം എഴുതുമ്പോൾ ഉണ്ടാകാവുന്ന ചില പരിമിതികൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പലതും തുറന്നു പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് കേരളത്തിലും ഉണ്ട് എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. ഒരുപക്ഷെ അത് പ്രൊഫഷണൽ തിയേറ്ററിൽ നിൽക്കുന്നവർക്കായിരിക്കും അത് കൂടുതൽ മനസ്സിലാവുക. മെച്ചൂർ തിയേറ്ററിലാവുമ്പോഴേക്കും കുറേ കൂടെ നമുക്ക് അതിന് വളരെ മറ്റൊരർത്ഥത്തിൽ തിയേറ്ററിൻ്റെ മറ്റ് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് അവതരിപ്പിക്കാൻ കഴിയും. ശരിക്കും മണികർണിക അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതിഹാസം എന്ന് പറയുന്ന നാടകം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്ന വിശ്വമഹാകവിയോട് തോന്നിയ, അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തെ തോന്നിയ ഒരു വല്ലാത്തൊരു ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരാധന ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിഹാസം എന്ന് പറയുന്ന നാടകം ഞങ്ങൾ ഏകദേശം എമച്ചറും പ്രൊഫഷണലുമായിട്ട് രംഗപ്രഭാതിന്, അതുപോലെ തിരുവനന്തപുരം സവർണിക പോലുള്ള നാടക സമിതികൾക്കായിട്ട് ഏകദേശം 40-45ഓളം നാടകങ്ങൾ എഴുതിയിട്ടുള്ളവരാണ്. അതിൽ ആകെ ചരിത്ര നാടകം ചെയ്തത് 2 നാടകം മാത്രമാണ്. ഒന്ന് കഴിഞ്ഞ വർഷം ഇതിഹാസം, പിന്നെ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മണികർണിക. ഒരിക്കലും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ നിന്നും ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ അതിനെ പേടിച്ചിട്ടോ അല്ല ഈ 2 നാടകങ്ങൾ ജനങ്ങൾ എഴുതിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഷേക്സ്പിയറിനെ കുറിച്ച് ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു നാടകവും അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ നാടകങ്ങൾക്കെല്ലാം നാടക അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പല സങ്കേതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു നാടകം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റുകളും വളരെ കുറവായിരുന്നു. എന്നിട്ട് അത്രയധികം പുസ്തകങ്ങളെക്കുറിച്ച് വായിച്ചും അല്ലെങ്കിൽ അത് മുന്നിലൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിഹാസം എന്ന് പറയുന്ന നാടകം എഴുതിയത്. കാലിക പ്രസക്തിയുള്ള ഇതിഹാസം എന്ന് പറയുന്ന നാടകത്തിന് തന്നെ കാലിക പ്രസക്തിയുണ്ട്. അതിൻ്റെ പൊളിറ്റിക്സ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കൃത്യമായിട്ടും പൊളിറ്റിക്സ് അടയാളപ്പെടുത്തിയ ഒരു നാടകമാണ് ഇതിഹാസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചരിത്രമെടുത്താലും അല്ലെങ്കിൽ കാലിക പ്രസക്തിയുള്ള വർത്തമാനകാല കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്തു പറയുന്നു, അതിന് പുതിയ കാലത്ത് എന്താണ് നമുക്ക് പുതിയ കാലത്തിനോട് പറയാനുള്ളത് എന്നുള്ളത് ആ വിഷയത്തിലൂടെ നമുക്ക് പറയാൻ കഴിയും എന്ന് കാണിക്കാൻ ഇതിഹാസം പോലൊരു നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള നാടകങ്ങൾ കാണാൻ ആളുണ്ടാവും. നാടകങ്ങൾക്ക് ആളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാടകം കാണാൻ ആളുണ്ട്. നല്ല നാടകങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് നാടകം ഇപ്പോഴും ഒരു പാഷൻ പോലെ നാടകം ഇങ്ങനെ നടന്നു കാണുന്ന ഒരുപാട് പേര് എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. എമച്ചറും പ്രൊഫഷണലും എന്ന് പറയുന്ന സങ്കേത ദാസ്യമില്ലാതെ തന്നെ നാടകം കാണാൻ കേരളത്തിൽ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ പഴയ കാലഘട്ടം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെയും മുടിയനായ പുത്രൻ്റെയും കാലത്തല്ല നമ്മൾ നിൽക്കുന്നത്. അന്ന് സിനിമ പോലും അധികം സിനിമകളില്ല. നാടകം മാത്രമാണ് അന്നത്തെ ഏറ്റവും വലിയ വിനോദ ഉപാധി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലോകത്തുള്ള ഏത് ആർട്ട് ഫോമും കാണാനുള്ള അവസരം ഉണ്ടായിട്ടും നാടകം എന്ന് പറയുന്ന കലയോടുള്ള പാഷൻ കൊണ്ട് നാടകം എന്ന് പറയുന്ന കല ഇഷ്ടപ്പെടുന്ന ധാരാളം പേര് നമ്മുടെ നാടകങ്ങൾ ആസ്വദിക്കാൻ ഉണ്ട്. നാടകം തന്നെ ശരിക്കും 3000 വർഷത്തിലേറെ ചരിത്രമുണ്ടെന്ന നാടകത്തെക്കുറിച്ച് പറയുന്നത്. അത് തന്നെ ഏത് കാലങ്ങൾ മാറും, നാടകത്തിൻ്റെ ഫോം മാറും, പക്ഷേ നാടകം മരിക്കില്ല, നാടകം കാണാൻ ആളുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ല കാര്യം. ഈ ശുഭാപ്തി വിശ്വാസമാണ് ഒരു കലാകാരനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ 2 പേരും ശശി ആയാലും സന്ധ്യ ആയാലും അവർ നാടകത്തെ ആധികാരികമായി പഠിച്ചവരാണെങ്കിൽ പോലും അവർ മുഖ്യധാരാ നാടകത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ ഒരു പോപ്പുലർ നാടകവേദിയുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതേസമയം ഇവിടെ ഇരിക്കുന്ന സുധി സ്കൂൾ ഓഫ് ഡ്രാമയിലെ തന്നെ വിദ്യാർത്ഥിനിയാണ് ആയിരുന്നു. ആദ്യം മുതൽക്ക് തന്നെ ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് സമാന്തര നാടകവേദിയുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്.
അപ്പോൾ ഇപ്പോൾ ഇവർ ശശിയോ സന്ധ്യയോ പറയുന്ന മാതിരിയുള്ള ജനങ്ങളുമായിട്ടുള്ള നിരന്തരം ജനങ്ങളെ കണ്ട് അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു നാടകവേദിയല്ല സുധി റെപ്രസെൻ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് സുധി, അവിടെ എങ്ങനെയാണ് ആ ഒരു പിന്നെ മേഖലയിൽ? ഇവിടെ ഈ ചർച്ചയ്ക്ക് ഇത്രയും പേരിയ്ക്കുന്നു എന്നത് തന്നെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അപ്പോൾ ചോദ്യം വളരെ പ്രസക്തമാണ്. എതിർദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഓൾട്ടർനേറ്റീവ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു വളരെ നിലപാടെടുത്തുകൊണ്ട്, ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട്, സ്ത്രീ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ നാടകവേദിയിലെ പരീക്ഷണങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് കുറച്ച് പോകേണ്ടി വരും. നമുക്ക് നാടകത്തിന് പണ്ടും ഒരു മെഗാ ഷോയുടെ ആളുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഗ്രീക്ക് നാടകവേദി അത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന നാടകങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രീക്ക് നാടകവേദിയിൽ ഒരുപാട് ആളുകൾ നാടകം കാണാൻ എത്തി എന്നുള്ളതിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എങ്ങനെയാണ് ഒരു നല്ല പ്രജയെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രജയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടായ ട്രാജഡികൾ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് വിശദീകരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അങ്ങനെ സ്റ്റേറ്റ് സ്പോൺസേഡായ നാടകങ്ങൾക്ക് ധാരാളം ആളുകളുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം പലപ്പോഴും പല നാടകങ്ങൾക്കും വരുന്നത് നമ്മൾ കാണാറുമുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സമാന്തരമായിട്ടോ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം എന്താണെന്ന് പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഭയങ്കര പാട്രിയാർക്കിയിൽ അധിഷ്ഠിതമായ ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിയാണ് ഈ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ മെയിൻ സ്ട്രീം കൊടുക്കുന്ന ചില അംഗീകാരങ്ങളോ ആനുകൂല്യങ്ങളോ മാത്രമാണ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ സമാന്തര നാടക വേദിക്കുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിശദമായി അതിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പരീക്ഷണ നാടകങ്ങളിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഷേക്സ്പിയൻ നാടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നാടകം ഒരു പ്രതിരോധത്തിൻ്റെ ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലമെന്ന് പറയുന്നത് 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും ശേഷമാണ്. വളരെ ഇപ്പം ബ്രെക്തിൻ്റെ നാടകങ്ങൾ എങ്ങനെയാണ്, അന്ന് വരെ ഉണ്ടായ നാടകങ്ങൾ ഒരു വെൽമെയ്ഡ് സ്ട്രക്ചറിലായിരുന്നു. എങ്ങനെയാണ് ആദിമത്യാന്ത പൊരുത്തമുള്ള നാടകങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യുക, ഈ മെസ്സേജ് എങ്ങനെയാണ് ഓഡിയൻസിനെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന നാടകങ്ങൾ. വളരെ ശാന്തമായിട്ട് നാടകം കാണാൻ എത്തുന്ന ആളുകളായിരുന്നു. എന്നാൽ 1-ാം ലോകം 1920-കൾക്ക് ശേഷം ബ്രെക്തിൻ്റെ നാടകങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നടൻ എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ആക്ടിങ് സ്റ്റൈലിയെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. കാരണം അതുവരെ വളരെ താതാത്മീകരണമാണ് ആക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വിചാരിച്ചിരുന്നിടത്തു നിന്ന് ആക്ടർ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻസിഡൻറ്റിനെ എനാക്റ്റ് ചെയ്യുന്നവർ മാത്രമാണ്, നിങ്ങൾ അതുപോലെ താതാത്മ്യം പ്രാപിച്ച് അഭിനയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ കാരണങ്ങൾ റീസൺ. അപ്പം ഈ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ജനങ്ങളുടെ ഇടയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ അന്വേഷണം കൂടെയായിരുന്നു ബ്രെക്തിൻ്റെ നാടകങ്ങളെന്ന് നമുക്ക് പറയാം. പിന്നീടുണ്ടായ നാടകങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പരീക്ഷണ നാടകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തിയേറ്റർ ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി തിയേറ്റർ എന്ന് പറയുന്നത്, ഫാക്റ്റ് എങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതുണ്ടോ, നിങ്ങൾ ഭരണകൂടത്തിനെ വിമർശിക്കേണ്ടതുണ്ടോ, അങ്ങനെ വിമർശിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ അല്ലെങ്കിൽ ആലോചനകൾക്ക് വഴിയൊരുക്കുന്ന നാടകങ്ങളായിരുന്നു. പിന്നീട് അബ്സേർഡ് നാടകം വരുമ്പോൾ 2-ാം ലോകമഹായുദ്ധവും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ 2-ാം ലോക ബക്കറ്റിൻ്റെ നാടകങ്ങളൊക്കെ പറയുന്നത് അസംബന്ധമാണ് ജീവിതം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ, അത് ലിറ്ററേച്ചറിലും ഉണ്ടായിട്ടുണ്ട്, ആർട്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാണ് ഒരു പരീക്ഷണ നാടകവേദി രൂപപ്പെട്ടു വരുന്നത്. നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ എന്തുകൊണ്ടൊരു സ്ത്രീ നാടകവേദി എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ശ്രീ ബൈജു ചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരത്തിലേക്ക് വരേണ്ടതുണ്ട്. അതെൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ നാടകവേദി കേരളത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്നതെന്ന്.
ആണ്. എന്നാ അപ്പോൾ ശരി ശരി. അപ്പോൾ ഇതാണ് പരീക്ഷണ നാടകങ്ങൾക്ക് ഒരു കാലത്തും അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായ ജനങ്ങൾ വളരെ ബുദ്ധിപൂർവം അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതുമായിട്ട് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടായിരുന്നു ആ ഓഡിയൻസ് ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്ത്രീ നാടകവേദി എന്നുള്ള ആ ഒരു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ശ്രുതി പറഞ്ഞ ഒരു കാര്യം, അതായത് നിങ്ങളൊക്കെ തന്നെയും പണ്ടത്തെ നാടക പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളിൽ പലരും സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത് ആധികാരികമായി പഠിച്ചവരാണ്. അപ്പോൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ടൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. പക്ഷേ പിന്നെ ശ്രുതി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റ് നാടകവേദി അല്ലെങ്കിൽ അത്തരം ഒരു പരീക്ഷണ നാടകവേദി അതിൽ നിന്ന് മാറിയിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പോപ്പുലർ ആയിട്ടുള്ള നാടകവേദിയെ ഇത്തരം കാര്യങ്ങൾ കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ നവീകരിക്കാനുള്ള അങ്ങനെയുള്ളൊരു ശ്രമങ്ങളാണോ നിങ്ങൾ നടത്തിയത്? തീർച്ചയായിട്ടും. അത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എന്നെ നാടകം പഠിപ്പിക്കാൻ എൻ്റെ അച്ഛൻ വിട്ടത് വെറുതെ ഒന്നുമല്ല. ഈ നാടകത്തിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ പഠിച്ചു വരുന്ന ഒരു സമൂഹത്തിന് ചെയ്യാനുണ്ടാകും എന്നുള്ള ഒരു മുൻധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശങ്കരപ്പിള്ള സാറ് കുട്ടികളെ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മകളെ ഞാൻ വിടാം എന്ന് പറഞ്ഞത്. 5 പെൺകുട്ടികൾക്കായിരുന്നു അവസരം. ഞങ്ങൾ 2 പെൺകുട്ടികളെ അന്ന് വന്നിട്ടുള്ളൂ. ആ 2 പെൺകുട്ടികൾക്കും അതുകൊണ്ട് തന്നെ ധാരാളം പേര് വരുന്നുണ്ട്. ഇപ്പം ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ ലാസ്റ്റ് വീക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അത്രയും നല്ല പെൺകുട്ടികളാണ് ഉള്ളത്, ഒരു വലിയൊരു വിഭാഗം പെൺകുട്ടികളാണ്. അതൊക്കെ ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാടില്ലായിരിക്കണം. കാരണം മുൻപേ നടക്കുന്നവരുടെ കല്ലും മുള്ളും പിന്നെ പുഷ്പങ്ങളായി മാറുമെന്ന് പറയാറുണ്ട്. അതേപോലെ ആയിരിക്കും. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പഠിച്ചത്. താമസിക്കാൻ ഒരു സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണത്തിനൊരു ക്യാൻറ്റീൻ ഇല്ല. ആകെ കിട്ടുന്ന ഒരു ചായയാണ് അവിടെ. പിന്നെ കുറേ നടക്കണം ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ. ആ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഞങ്ങളെല്ലാവരും ആ 15 കുട്ടികളും പഠിച്ചത് നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, ഞങ്ങളെ അങ്ങനെ നയിക്കാൻ ഞങ്ങൾക്കൊരു ഗുരുനാഥനുണ്ടായിരുന്നു. ഭയങ്കരമായ വിഷനുള്ള ഒരു ഗുരുനാഥനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കും ആ ഒരു ആത്മധൈര്യം കിട്ടിയത്. പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ എൻ്റെ പറഞ്ഞു നാടകം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കാരണം പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽ നാടകത്തിനോടൊരു പുച്ഛമുണ്ട്. അതങ്ങനെ ആദ്യമില്ല, പനി വരുമ്പോൾ വിശപ്പില്ലായ്മ വരുമെന്ന് പറയില്ല, അതേപോലെ നമുക്കിത് ദഹിക്കില്ല. ഞങ്ങൾ ഫൈനൽ ഇയറൊക്കെ ആകുമ്പം എൻ്റെ അച്ഛൻ്റെ നാടകം തൃശ്ശൂർ വരുമ്പം അച്ഛൻ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവരണമെന്ന് പറയും. അപ്പോൾ ഇവന്മാർക്കൊക്കെ അങ്ങ് പുച്ഛമാണ് ഇത് കാണുന്നത്. അവരൊക്കെ എന്തെങ്കിലും അവിടെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ അങ്ങ് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കുക. അതെ, സന്ധ്യയുടെ ബാച്ചിൽ പഠിച്ചവരെന്ന് നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയാവുന്ന ബാലചന്ദ്രൻ, ശ്യാമപ്രസാദ് ഒക്കെയാണ്. ശ്യാമപ്രസാദ് എല്ലാവരുമാണ്. പക്ഷെ ഇവർക്കങ്ങ് ഭയങ്കര പുച്ഛമാണ് ഈ നാടകം. പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന പുച്ഛമാണ്. കാരണം ഉപജീവനത്തിന് വേണ്ടി നാടകം കളിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛമാണ്. പക്ഷേ എങ്ങനെ ഒരു സെറ്റ് കെട്ടണം, എങ്ങനെ ഒരു കർട്ടൻ കെട്ടണം, എങ്ങനെ ഒരു ചരട് കെട്ടണം എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഞങ്ങളത് പഠിച്ചിട്ടില്ല. ഞങ്ങൾ തുറസായ സ്ഥലത്ത് ഇത് കൊട്ടാരം എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിച്ച് നാടകം കളിക്കാൻ പഠിച്ചവർ. മറ്റേത് പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പിന്നൊരുക്കങ്ങളും ഒരുക്കി വന്നു നിൽക്കുന്ന ആ 2 വ്യത്യാസമുണ്ട്. അത് ഒരു നടനെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ഈസി വേ ആണ്. ഒരു പ്രൊഫഷണൽ നാടകത്തിൽ എല്ലാ പിന്നാമ്പുറങ്ങളും അവർക്ക് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ അഭിനയിക്കുക വലിയ ഈസിയാണ്, മറ്റത് വലിയ പ്രയാസമാണ്. പക്ഷേ പഠിച്ചു വന്നു കഴിഞ്ഞ് എനിക്കും എൻ്റെ ഭർത്താവ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ പുച്ഛമില്ലായിരുന്നു. കാരണം അവിടെ അൽക്കാസി 2 തരം നാടകങ്ങളാണ് ചെയ്തിരുന്നത്. ഒന്ന് ഈ പറഞ്ഞ മാതിരി പരീക്ഷണ നാടകങ്ങൾ, അത് കോളേജിനകത്ത് ക്യാമ്പസിനകത്ത് മാത്രം കളിക്കാനുള്ളതാണ്. പുറമേ ഒരു പ്രേക്ഷകൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നെങ്കിൽ വലിയ ബിഗ് ബഡ്ജറ്റ് ഡ്രാമാസാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് വലിയ കമാനി ഓഡിറ്റോറിയം അല്ലെങ്കിൽ അവിടെ റെഡ് ഫോർട്ട്, അവിടെയൊക്കെ പോയിട്ടാണ് കുത്തബ്ദീനെ പറ്റിയിട്ടുള്ള നാടകം ചെയ്ത് റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് അന്തായുഗ് ചെയ്തത്. അങ്ങനെയുള്ള ബിഗ് ബഡ്ജറ്റ് ഡ്രാമാസാണ് അവർ പുറമെ ആളുകളെ കാണിച്ചിരുന്നത്. അതായത് അപ്പോഴും 2 തരത്തിലായിരുന്നു നാടകത്തെ അവർ കണ്ടിരുന്നതെന്നുള്ള. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ നോക്കാം, നടത്താം, പക്ഷെ ഞങ്ങളുടെ രീതിയിൽ നാടകം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രസിദ്ധ റഷ്യൻ നോവൽ, 500-ൽ പരം കഥാപാത്രങ്ങളുള്ള ഒരു റഷ്യൻ നോവൽ, റഷ്യൻ വിപ്ലവം, ഉക്രൈൻ്റെ വിജയം വരുന്ന ഒരു തീമുള്ള നാടകമായിരുന്നു റെയിൻബോ എന്ന് പറഞ്ഞ നാടകം.
ഇതാരെഴുതും എന്നുള്ള ഒരു ഇതിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ് ജോസ് ചിറമലിൻ്റെ പേര്. എൻ്റെ ഒപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളാണ്. വൺ ഓഫ് ദ ജീനിയസ്. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. ജോസിനെ വിളിക്കുന്നു. അപ്പോൾ ജോസ് ആദ്യം എൻ്റെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ രാജേന്ദ്രൻ വിളിച്ചു, സന്ധ്യ എനിക്ക് ആസിറ്റീസ് ആ ഒരു പ്രൊഫഷണൽ നാടകം എഴുതാനുള്ള കഴിവില്ല, പറ്റായിക എന്നല്ല പറഞ്ഞേ, എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള നാടകമല്ല, നിനക്ക് സ്വതന്ത്രമായി എഴുതാം എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക് കൊടുക്കുന്നു. പുള്ളിക്കാരൻ ഒരു 2 ആഴ്ച ഇരുന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. ഈ സ്ക്രിപ്റ്റുമായിട്ടാണ്. അപ്പം ഞങ്ങൾ അനക്കൊന്നും ഇല്ലാത്തപ്പോൾ എൻ്റെ അച്ഛൻ എന്താ വിചാരിച്ചോ, ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് വെച്ചിട്ട് ഈ ട്രൂപ്പ് പിരിച്ചുവിട്ടു, സ്റ്റോപ്പ് ചെയ്തു. അതിന് കാളിദാസ കലാന്തരത്തിന് കർട്ടൻ ഇട്ടു. അപ്പോഴാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് കേട്ടത്. അച്ഛൻ പറഞ്ഞു, ഞാൻ എല്ലാവരെയും പിരിച്ചു വിട്ടല്ലോ, സാരമില്ല, നമുക്കൊന്നേന്ന് കൂട്ടാം, ഒരുമിച്ച് എല്ലാവരെയും വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. പുതിയ ഒരുപാട് പേരെ വിളിച്ചു. വൺ ഓഫ് ദ ബെസ്റ്റായിട്ട് കിട്ടാവുന്ന എല്ലാവരെയും വിളിച്ചു. എല്ലാവരും ഞങ്ങൾ വിളിച്ചപ്പോൾ വന്നു എന്നുള്ളത് ഒരു പക്ഷേ കാളിദാസ കലാന്തരത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പിനുള്ള ഒരു ഇതായി കാണണം. ആ റെയിൻബോ എന്ന് പറഞ്ഞ നാടകം ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്, ഏറ്റവും നല്ല നാടകവും ഏറ്റവും നല്ല, അങ്ങനെ 5-ൽ പരം അവാർഡുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അന്ന് വരെ കണ്ടിരുന്ന ഈ സെറ്റ്, അതായത് ഈ ഒരു പ്രൊസീനിയം സ്റ്റേജിലുള്ള സെറ്റായിരുന്നു. ആ സെറ്റിനെ ഞങ്ങൾ മാറ്റി പെട്ടെന്ന് ആളുകൾ കാണുക തന്നെ മാറ്റാവുന്ന സെറ്റുകളാക്കി മാറ്റി. ആർട്ടിസ്റ്റുകൾ തന്നെ അത് മാറ്റും, അടുത്ത സീനാവും. അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്കുള്ളൊരു ഭയങ്കര ഒരു മാറ്റമായിരുന്നു. ആക്ടിങ് വൈസ്, സ്ക്രിപ്റ്റ് വൈസ്, ഡയറക്ടോറിയൽ വൈസ്, സെറ്റ് വൈസ്, ലൈറ്റൊക്കെ കോഴിക്കോട് ഗോപിനാഥ് സാറാണ് വന്ന് ചെയ്തത്. അപ്പോൾ അതുവരെ 4 സൈഡിൽ നിന്നുള്ള 4 സ്പോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നാടകം 10-15 ബേബി ലൈറ്റുകളും മറ്റ് ലൈറ്റുകളും അങ്ങനെയുള്ള ലൈറ്റുകളുടെ മേളത്തിൽ ആ ഇരുട്ടും വെളിച്ചവും എല്ലാം സന്നിവേശിച്ച് ഒരു നാടകം രംഗത്ത് വരുമ്പോൾ അത് കാണാൻ പ്രേക്ഷകർ, ഈ റഷ്യൻ കഥയാണെങ്കിലും ഈ പറഞ്ഞ കണക്ക് പ്രേക്ഷകർ എന്തോരം എല്ലാ സ്ഥലങ്ങളിലും ഉത്സവപ്പറമ്പുകൾ, ഞങ്ങളത് ഉത്സവപ്പറമ്പൊന്നും കിട്ടുമെന്ന് വിചാരിച്ചതല്ല, രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ അത് അമച്വർ പ്രൊഫഷണൽ എന്നുള്ള വ്യത്യാസമില്ല. എന്ത് കാര്യം ഇപ്പോൾ ഇവർ ഇതിഹാസം എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. ഞങ്ങൾ മാക്ബത്ത് എടുത്തു, അതൊരു പരീക്ഷണമാണ്. 1,20,000 രൂപയ്ക്കാണ് ഞങ്ങളൊരു നാടകം കളിച്ചത്. അത് മലയാള പ്രൊഫഷണൽ നാടക ചരിത്രത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റാണ്, പിന്നൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. കാര്യം വെച്ചാൽ ഒരു പ്രൊഫഷണൽ നാടക സമിതി വളരെ പരമ്പരാഗതമായ രീതിയിൽ പ്രൊസീനിയം സ്റ്റേജിൽ വളരെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളിലൊക്കെ അഭിനയിച്ച നാടക സമിതി വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തലമുറ ഏറ്റെടുത്ത് അതിനെ ആധുനിക നാടകത്തിൻ്റെ അംശങ്ങളെയൊക്കെ കൂടെ ഉൾച്ചേർത്തുകൊണ്ട് പുതിയൊരു ഇത് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ശശിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശശി ഒരു രചയിതാവാണ്, സംവിധായകനാണ്. അപ്പോൾ ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ ആരെയാണ് മനസ്സിൽ കാണുന്നത്? ഇപ്പോൾ നിങ്ങൾ അമ്പലപ്പറമ്പിലും പോയി നാടകം കളിക്കണം, പിന്നെ മറ്റേ സാധാരണ എലീറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നാടകം കളിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്? ശരിക്കും കേരളത്തിലുള്ള എല്ലായിടത്തും ഈ നാടകത്തിൻ്റെ ഒരു ചോരയോട്ടം നിലനിർത്തുന്നത് പ്രൊഫഷണൽ നാടകങ്ങൾ തന്നെയാണ്. പ്രൊഫഷണൽ നാടകങ്ങളിൽ മറ്റു നാടകങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ സാഹിത്യത്തിലായിരുന്നാലും നല്ലതും ചീത്തയും ഉണ്ടാവും. പലപ്പോഴും പലരും പ്രൊഫഷണൽ നാടകങ്ങളുടെ നല്ല മൂമെൻറ്റുകൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പുത്തൻ പരീക്ഷണങ്ങൾ കാണാതെയൊക്കെയാണ് ഈ നാടക മേഖലയെ കുറ്റപ്പെടുത്തുന്നത്. ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ ഇപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തൊട്ട് ഇങ്ങോട്ട് വരുന്ന നാടകങ്ങളെല്ലാം കാലങ്ങൾക്കനുസരിച്ച് നാടകത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നല്ല മാറ്റങ്ങളുണ്ടാവും, മോശപ്പെട്ട രീതികളുണ്ടാവും. പക്ഷേ നാടകം എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും നാടക ചർച്ചയ്ക്ക് നാടകമായിട്ട് ബന്ധമില്ലാത്ത പലരുമായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ഏറെ നാടകത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ എമച്വർ ആയിരുന്നാലും പ്രൊഫഷണൽ ആയിരുന്നാലും ശരിക്കും ഇങ്ങനെ ഒരു 2 സംജ്ഞയുടെ തന്നെ ആവശ്യം ഇല്ല, നാടകം എന്നേ ഉള്ളൂ. ശരിക്കും എന്തായിരുന്നാലും ഈ 2 മേഖലകളിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തവരാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അതുകൊണ്ട് തന്നെ നാടകത്തെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. പിന്നെ നാടകം ആർക്ക് വേണ്ടിയാണ് എഴുതുക എന്ന് പറയുന്നത്, നാടകം എന്ന് പറയുന്ന കല ഒരു എൻസെമ്പിൾ ആർട്ട് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഒരു സംഘകലയാണ്. മാത്രമല്ല നാടകം പേപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പുസ്തക രൂപത്തിൽ മാത്രം കാണുന്ന ഒന്നല്ല, അതൊരു ദൃശ്യകലയാണ്. സ്റ്റേജിൽ അരങ്ങിൽ ആടി തീർക്കുന്ന ഒരു കഥയുടെ ഘടനയാണ്
നമ്മൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് പ്രസീനിയോ ആയിരുന്നാലും അരീനിയ നാടക സമ്പ്രദായത്തിലായിരുന്നാലും ഒക്കെ തന്നെ അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രേക്ഷകനുണ്ട്. അപ്പം നമ്മൾ പ്രേക്ഷകനോട് എന്താണ് ഒരു നാടകത്തിന് പറയാനുള്ളത്? ഒരു നാടകത്തിന് ആ സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ കാലത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനുള്ളത്, വരാൻ പോകുന്ന ഒരു തലമുറയോട് സംസാരിക്കാനുള്ളത്, കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിലെ ഇൻസിഡൻസ് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ നിന്നും നമുക്ക് പുതിയ അല്ലെങ്കിൽ ഈ നാടക പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരിലേക്ക് എത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ ഗ്രീക്കുകാർ ഇത് ഉപയോഗിച്ചത് ഹൃദയ സംസ്കരണത്തിന് വേണ്ടിയാണ്. നാടകമെന്ന കലാരൂപം അവരുപയോഗിച്ചത് വലിയ വലിയ രാജാക്കന്മാരുടെയൊക്കെ മാനസിക സംഘർഷങ്ങളിലൂടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ വായനക്കാരെ കൊണ്ടുപോയിട്ട് അവൻ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ ഒരു കഥാഴ്സിസ് അല്ലെങ്കിൽ ആ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഒരു മെഡിസിൻ പോലെയായിരുന്നു ഒരിക്കൽ നാടകം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വായനക്കാരനുണ്ട്, പ്രേക്ഷകനുണ്ട്. അവരോട് നമുക്ക് പറഞ്ഞേ തീരൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരിക്കും ഒരു നാടകം എഴുതുന്നത്. എനിക്കിത് പറയണം, അതിൻ്റെ ഘടന എന്തോ ആയിക്കോട്ടെ, അത് പ്രൊഫഷണലോ എമച്ചറോ എന്തോ ആയിക്കോട്ടെ, എനിക്കിത് പറയണം എന്ന് തോന്നുമ്പോൾ ഒരു നാടകത്തിൻ്റെ ഉള്ളിൽ അത് പറഞ്ഞേ തീരൂ എന്ന് തോന്നുന്ന മുഹൂർത്തത്തിൽ മാത്രമേ ആ നാടകത്തിന് ലൈഫ് ഉണ്ടാവൂ, ആ നാടകത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ജീവനുണ്ടാവൂ, കഥാപാത്രങ്ങൾക്ക് ജൈവികത ഉണ്ടാവൂ. എന്നാൽ മാത്രമേ അത് പ്രേക്ഷകനിലേക്ക് അതിൻ്റെ ആ രസക്കൂട്ട് ചെന്നെത്തിയാൽ മാത്രമാണ് പ്രേക്ഷകന് അതിനോട് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകനിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കാൻ കഴിയൂ. ഇപ്പോൾ ശ്രീ ബൈജു ചന്ദ്രൻ എന്നോട് ചോദിച്ചത് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം എഴുതുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു വിഷയം മുമ്പിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞങ്ങൾ ഈ നാടകത്തെ കാണുന്നത് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇപ്പം പ്രേക്ഷകൻ ആര് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രേക്ഷകൻ. ഇപ്പോൾ സുധി പറഞ്ഞു നിർത്തിയത് സ്ത്രീ നാടകവേദിയെക്കുറിച്ചാണ്. സുധി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് സ്ത്രീ നാടകവേദിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീ നാടകവേദി? സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീകൾ അഭിനയിക്കുന്നതും സ്ത്രീകളെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങൾ ആരാണ് അറിയേണ്ടത്? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? രണ്ടുപേരും അറിയണം അല്ലേ? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അല്ലാതെ സ്ത്രീകളോ പുരുഷന്മാരോ മാത്രം അറിയേണ്ട പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വളരെ സങ്കീർണമായ കാലഘട്ടത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്, നമ്മൾ സർവൈലൻസിൻ്റെ കീഴിൽ എങ്ങനെയാണ് ഒരാൾക്ക് സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, എഴുത്തിനുള്ള സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ നാടക സുഹൃത്തുക്കൾ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു സ്ത്രീ നാടകവേദിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോഴാണ് നാടകവുമായിട്ട് ഞാൻ സന്ധ്യയ്ക്ക് ശേഷമാണ് ഞാനവിടെ പഠിക്കാൻ പോയത്. പഠിക്കുന്ന സമയത്താണ് നാടകങ്ങളെ, ലോക ക്ലാസിക്കുകളെ, അതുപോലെ തന്നെ മലയാള നാടകത്തെ ഒക്കെ അടുത്തറിയാനുള്ള അവസരം ഉണ്ടായത്. പക്ഷെ വലിയൊരു അനീതി സ്ത്രീകളോട് അവിടെ ഉണ്ടായി എന്നുള്ളതായിരുന്നു. ഇപ്പം ഗ്രീക്ക് നാടകവേദി തൊട്ടത് ഉത്ഭവകാലം തൊട്ടേ അത് പറയുന്നു. അരിസ്റ്റോട്ടിൻ്റെ പോയറ്റിക്സിലൊക്കെ അത് കൃത്യമായി പറയുന്നുണ്ട്. സ്ത്രീകൾ, അടിമകൾ ഒന്നും അരങ്ങിൽ വരാൻ പാടില്ല. അതുപോലെ കൃത്യമായി മാറ്റി നിർത്തപ്പെട്ട ഷേക്സ്പിയർ നാടകങ്ങളിലാണെങ്കിൽ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളാണ് സ്ത്രീകളുടെ വേഷം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാഴ്ചക്കാരായി പോലും പരിമിതമാക്കപ്പെട്ട ആളുകൾ, നമ്മൾ പറഞ്ഞു ആളുകളെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഈ ശുദ്ധീകരണ പ്രക്രിയ സംസാരിച്ച് വരുമ്പം കുറേയധികം പറയേണ്ടി വരും. ഈ ശുദ്ധീകരണ പ്രക്രിയ സ്ത്രീകൾക്ക് ആവശ്യമില്ല. കാരണം അവരുടെ ഫാമിലിയിൽ തന്നെ ആ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അവിടെ പോലീസുകാരുണ്ട്, അവിടെ ഭരണകൂടമുണ്ട്. എങ്ങനെയുള്ള ഒരു ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിന് പുറത്ത് കിടക്കാൻ സാധ്യമല്ലാത്ത സ്ത്രീകൾക്ക് ഒരു പക്ഷേ ഇതൊന്നും ആവശ്യമില്ല എന്ന്, അല്ലെങ്കിൽ ഇവർ സംസാരിക്കേണ്ട വിഷയമല്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പം ഈ ലോക നാടകവേദിയിൽ നിന്ന് തന്നെ സ്ത്രീകൾ എങ്ങനെയാണ് പുറത്താക്കപ്പെട്ടത്? എന്തുകൊണ്ട് ഈ പകുതിയിലധികം വരുന്ന ഒരു ജനവിഭാഗം വളരെ അവകാശങ്ങളും തുല്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ട സ്ത്രീകൾ എങ്ങനെയാണ് പിന്നോട്ട് പോയത്? നാടകവേദിയിൽ പ്രത്യേകിച്ച് നമ്മൾ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, പരീക്ഷണങ്ങൾ നടത്തുന്ന നാടകവേദിയിൽ എന്തുകൊണ്ട് സ്ത്രീകൾ ഉണ്ടായില്ല
ഇതെന്നെ പല ദിവസങ്ങളായി വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിലും ആൾ കുറവായിരുന്നു ഇത് പങ്കിടാനുള്ളത്. അപ്പോൾ ആ സമയം 80കളിലാണെന്ന് തോന്നുന്നു ഈ സ്ത്രീ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നത്. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്ത്രീ നാടക ആലോചനകൾ, ഫെമിനിസ്റ്റ് തിയേറ്ററിനെ പറ്റിയുള്ള ആലോചനകൾ കേരളത്തിലുണ്ടാകുന്നത്. സാറ ടീച്ചറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണത്. അതൊരു അജിറ്റ് പ്രോപ്പ് നാടകങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രചരണ നാടകം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് നടത്തി വന്നിരുന്നത്. എന്നാൽ 92 ആകുമ്പോഴേക്കും ഞങ്ങൾ വളരെ വിശദമായി സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീ നാടക പക്ഷമല്ല, ഞാൻ സ്ത്രീയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ സ്ത്രീ നാടകങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ഡെസർട്ടേഷൻ തന്നെ അതായിരുന്നു, ഫെമിനിസ്റ്റ് തിയേറ്റർ. പിന്നീട് മലയാള നാടകവേദിയുടെ ചരിത്രം പരിശോധിച്ചപ്പോഴും ഈ വലിയ അനീതി അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് മലയാള നാടകത്തിന് വലിയ ചരിത്രമൊന്നും അവകാശപ്പെടാനില്ല. സംഗീത നാടകത്തിൽ നിന്നും പാസ്യ നാടകത്തിൽ നിന്നും ഉൾക്കൊണ്ട് സംഗീത നാടകം ഉണ്ടാവുകയും പിന്നീട് തർജിമകളിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നുമുള്ള തർജിമകൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം സാമൂഹ്യ നാടകങ്ങളിലേക്ക് കടക്കുന്നു. അതുപോലെ തന്നെ നവോത്ഥാന നാടകങ്ങളിലാണ് വളരെ കൃത്യമായി സ്ത്രീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. നമുക്കറിയാം. അത് പക്ഷേ ഒരു സമുദായത്തിൻ്റെ ഉള്ളിലെ അസമത്വങ്ങൾക്കെതിരെ എങ്ങനെയാണ് സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർ പുറത്തു വരേണ്ടത് ആവശ്യമുണ്ട് എന്ന രീതിയിലാണ് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ പോലെയുള്ള നാടകങ്ങൾ ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഈ ഓഡിയൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെ അരങ്ങിൽ നടന്നതിനേക്കാൾ വിപ്ലവം അത് ഓഡിയൻസിൻ്റെ ഇടയിലാണ് നടന്നത് എന്ന് പറയപ്പെടുന്നു. കാരണം ഒരു മറയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇരുന്നത്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള നാടകം അവതരിപ്പിക്കുന്ന ഏതോ ഒരു സന്ദർഭത്തിലെ ഈ മറ തകർത്തുകൊണ്ട് സ്ത്രീകൾ മുന്നിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ അവിടെ അരങ്ങിലുണ്ടായ വിപ്ലവത്തിനൊപ്പം തന്നെ നമ്മൾ വേദിയിലും വിപ്ലവമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു നവോത്ഥാന നാടക സമയത്തുണ്ടായ ഏറ്റവും വലിയ വിപ്ലവമായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്നത്. പിന്നീട് അതുപോലെയുള്ള നവോത്ഥാന നാടകങ്ങൾക്ക് ശേഷം സാമൂഹിക നാടകങ്ങൾ വന്നു. രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് കേരളം കടക്കുമ്പോഴാണ് വീണ്ടും വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നാടകങ്ങൾ, നമുക്കറിയാം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ കൂട്ടുകൃഷി, പാട്ടവാക്കി, ഇങ്ങനെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച് നാടകം എങ്ങനെയാണ് പങ്കുവഹിച്ചത് എന്നുള്ളതിനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന ഉള്ളവൻ്റെ ഇല്ലാത്തവൻ്റെയും ആ അതിരുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്, അവിടെയും കാര്യമായ രീതിയിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണ് തുല്യരാവുക, അപ്പുറത്തുള്ള ഒരു സഹജീവിയാകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചന തന്നെ. അതാണ് ഏറ്റവും വലിയ ഒരു ന്യൂനതയായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ നാടകങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം. പിന്നീട് ഇങ്ങോട്ട് വന്ന മോഡേൺ തിയേറ്ററിലേക്ക് വന്നു. തനത് നാടകവേദി അടക്കം യൂറോപ്യൻ മോഡേൺ തിയേറ്ററിൻ്റെ എല്ലാ സാധ്യതകളും അന്വേഷിച്ചുകൊണ്ട് സ്കൂൾ ഓഫ് ഡ്രാമ നിലവിൽ വരുന്നു. അതുപോലെ തന്നെ കാവാലൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള തനത് നാടകവേദി ഉരുത്തിരിയുന്നു. ഇവിടെയൊക്കെയും സ്ത്രീകളുടെ സാന്നിധ്യം എത്രത്തോളം ആണ് എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. ഇപ്പം സന്ധ്യേച്ചി പറയേണ്ടായിരുന്നു, ഇപ്പം വളരെയധികം കുട്ടികൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വരുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് സന്ധ്യേച്ചി അടക്കമുള്ള ഞങ്ങളെല്ലാം നാടകവേദിയിൽ സന്ധ്യേച്ചി അതിലും കൂടുതലാണ്, 30 വർഷത്തിലേറെയായി ഞാൻ ഈ സ്ത്രീകളുടെ നാടകവേദിയിൽ സ്ത്രീകളുടെ നാടകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷ്വൽ, അതിനെനിക്ക് തോന്നുന്നു ഇനിയും തുടർന്നുള്ള ചോദ്യങ്ങളിൽ അതിനെ എങ്ങനെയാണ് ഒരു വിഷ്വൽ രൂപപ്പെടുത്തിയെടുക്കുക, അത് ആവശ്യമുള്ളോ, നാടകവേദി പോരെ സ്ത്രീ നാടകവേദി ആവശ്യമുണ്ടോ എന്നുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. അതിനൊക്കെ ഉത്തരം കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഉത്തരത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഈ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് അനുഭാവമുണ്ടാവാം, പക്ഷേ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആവിഷ്കരിക്കുന്ന വിഷയത്തിൻ്റെ അരങ്ങിൻ്റെ സാധ്യതകൾ, വിഷ്വൽസിൻ്റെ സാധ്യതകൾ, അരങ്ങിൻ്റെ ഡീകൺസ്ട്രക്ഷൻ എന്നാണ് ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അരങ്ങ് ഭയങ്കര അധികാരമുള്ള ഒരു സ്ഥലമാണ്. ഈ അരങ്ങിൻ്റെ അധികാരം എന്ന് പറയുന്നത് പ്രോട്ടോഗോണിസ്റ്റ് അല്ലെങ്കിൽ നായകനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതിനെ നമ്മൾ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താ പദ്ധതിയിലൂടെയാണ് സ്ത്രീ നാടകവേദിയുടെ യാത്ര. ഞാൻ തന്നെ തുടർന്നു. ഒരു ചരിത്രപരമായ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയും
നേരം സുധി ഇതിനെ വിലയിരുത്തിയത്. വളരെ നല്ല ഒരു കാര്യമായിരുന്നു. കാര്യം വെച്ചാൽ നമ്മുടെ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് വഴിയൊരുക്കിയ മലയാള നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായ നാടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ സ്ത്രീപക്ഷ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു വിമൻ സെൻട്രിക് ആയിട്ടുള്ളൊരു നാടക തിയേറ്ററിലേക്ക് വന്നതിൻ്റെ വഴിയാണ് ഇപ്പോൾ ആ ഒരു നാൾ വഴികൾ പറയുണ്ടായി. നമ്മളുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്കൊരു ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ നാടകരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന 3 പേരെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നാടകം കാണാൻ ആളുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് ഒക്കെ നമ്മൾ വരേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് ഇപ്പോൾ കാര്യമായി നമ്മൾ കുറച്ച് ചർച്ച ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിന് ചില പ്രായോഗികമായ കാര്യങ്ങളിലേക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും തന്നെ ഈ വർഷം അവതരിപ്പിച്ച നാടകങ്ങൾ, ഒന്ന് ഒരുപക്ഷെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ ആദ്യകാല എന്ന് പറയാവുന്ന ഇബ്സൻ്റെ ഡോൾസ് ഹൗസാണ് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഇത്തവണത്തെ നാടകം. പാവു വീട്, ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ നിന്ന് കഥകടച്ച് ഭർത്താവിൻ്റെ മുഖത്ത് കഥക് വലിച്ചടച്ചിട്ട് പോകുമ്പോൾ യൂറോപ്പിലാകെ ആ ശബ്ദം മുഴങ്ങിക്കേട്ടു എന്ന് പറയുന്ന ഇബ്സൻ്റെ നാടകം. മറ്റൊന്ന് ജാൻസി റാണിയുടെ കഥ പറയുന്ന. അപ്പോൾ സ്ത്രീ പ്രമേയങ്ങൾ നിങ്ങളും, അതായത് വിമൻ തിയേറ്റർ എന്ന് പറയുന്ന സ്ത്രീപക്ഷ തിയേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീമിന് അതിന് ശ്രുതി പറഞ്ഞ ഫാസിസത്തിൻ്റെയൊക്കെ ഇതുണ്ടോ എന്നുള്ളത് വേറെ ഒരു കാര്യം. പക്ഷേ മുഖ്യധാര നാടകവേദി അല്ലെങ്കിൽ കമേഴ്ഷ്യൽ നാടകവേദി എന്നൊക്കെ പറയാവുന്ന നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നാടകവേദി ഇത്തരം പ്രമേയങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പ്രായോഗികമായി ഇത്തരം നാടകങ്ങൾ അരങ്ങിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ശരിക്ക് അതിന് പറ്റിയ അഭിനേതാക്കളെ, പ്രത്യേകിച്ച് സ്ത്രീ പിന്നെ ആ വിഭാഗത്തിൽ നിന്നൊക്കെ അത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അത് എന്തൊക്കെയാണ് പ്രതിസന്ധികൾ നിങ്ങളുടെ? സാധാരണ പ്രൊഫഷണൽ നാടകത്തിനെ സംബന്ധിച്ച് ഈ നാടകം രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ, കാരണം അവരിങ്ങനെ ശോഷിച്ച് വരുന്നൊരു വർഗമാണ് നാടക നടീനടന്മാർ. അതുകൊണ്ട് നേരത്തെ തന്നെ സന്ധ്യ, അതുകൊണ്ട് ഇതിപ്പോൾ ടെലിവിഷൻ വന്നതിന് ശേഷമുള്ള, ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വളരെ കുറ്റബോധത്തോടുകൂടി ഇരിക്കുന്ന ഒരാളാണ് ഈ നാടകത്തെ സംബന്ധിച്ച്. നാടകത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. പക്ഷേ 1985 മലയാളത്തിൽ ടെലിവിഷൻ വന്നതോടുകൂടി ആണ് നാടകത്തിന് ഒരു ശോഷണം സംഭവിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ടെലിവിഷൻ സീരിയലിലും സിനിമയിലും അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നതാണ് എൻ്റെ ചോദ്യം. എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം ടെലിവിഷൻ അല്ല, സിനിമയാണ്. ഏതൊരാളുടെയും, ഒരു നടനാകുകയോ അല്ല നടിയോ, അവരുടെ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റണം എന്നുള്ളതാണ്. പണ്ട് നാടകം കാണാൻ ഈ അച്ഛൻ്റെയൊക്കെ നാടകങ്ങൾ അത്രയും ഫേമസാണ്. ആ നാടകങ്ങളാണ് സിനിമയാക്കുന്നത്. എപ്പോഴും അച്ഛനെടുത്ത വേഷമാണ് സത്യൻ. അങ്ങനെയുള്ള സത്യൻ എന്നിട്ട് പറയും മാധവനോളം വന്നില്ല. കാരണം പ്രേക്ഷകർക്ക് രണ്ടും രണ്ട്, നാടകവും സിനിമയും രണ്ടും രണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് നാടകങ്ങൾ അച്ഛൻ എടുത്തിട്ടുള്ള മുടിയനായ പുത്രൻ, ഡോക്ടർ. അവസാനം സത്യൻ മരിച്ചത് കൊണ്ട് മാത്രമാണ് അച്ഛനും ബാപ്പയും കൊട്ടാരക്കര ശ്രീധരനാരെ എടുത്തത്, അല്ലെങ്കിൽ അത് സത്യൻ എടുക്കേണ്ട വേഷമാണ്. അപ്പോൾ അങ്ങനെ മത്സരം ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ നടന്മാർ ഒരിക്കലും നാടകത്തിലെ നടന്മാരോടൊപ്പം വരില്ല, അവർ മുകളിലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇവരെല്ലാം ഓരോ മമ്മൂട്ടിയോ മോഹൻലാലോ ആകാൻ വേണ്ടി സ്റ്റേജിൽ ട്രെയിനിങ് നടത്തുന്നവരാണ്. അപ്പോൾ അവരുടെ ആ സത്വം എന്താ എന്നുള്ള ഒരു നല്ല നടൻ അവരിലുണ്ടെങ്കിലും അവരൊക്കെ ഈ മിമിക്രി പോലെ ആക്ട് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾ ഈ പാവ വീട് എടുക്കുമ്പോഴും, ഇപ്പം ശശി ആയാലും മണികർണിക എന്ന് പറയുന്നത് എടുക്കുമ്പോഴും, ഞങ്ങൾ ആ പ്രധാന കഥാപാത്രത്തിന് പറ്റി ആപ്റ്റായ ഒരാളെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പറഞ്ഞത് പ്രസക്തമാണ്. ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതേപോലെ ആ എനർജി, ഇതെന്ന് വെച്ചാൽ ലൈവ് ഷോയാണ്, 2 മണിക്കൂർ സ്റ്റേജിൽ നിന്ന് അങ്ങനെ പെർഫോം ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതിനുള്ളൊരു എനർജി, പിന്നെ അതിനുണ്ടാവുന്ന ഒരു ഡെഡിക്കേഷൻ, ഇതൊക്കെ ഉള്ള ഒരു നല്ല നടിയെയോ ഒരു നല്ല നടനെയോ കിട്ടുക എന്നുള്ള വലിയ പ്രയാസമാണ്. പിന്നെ ഞാൻ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഞാൻ ഈ സീരിയലും സിനിമയും ഒക്കെ നിർമ്മിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനിങ്ങനെ പ്രലോഭിപ്പിക്കും. നല്ല വേഷം വരട്ടെ, ഞാൻ തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചൂണ്ടയിട്ടെടുക്കും. പക്ഷെ ഞാൻ അവർക്കൊക്കെ അവസരം കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഞാനുണ്ടല്ലോ, ഇപ്പം ശ്രുതി ഇരിക്കുന്നതുകൊണ്ട് പറയുകയില്ല, ഞാൻ മനസ്സ് തുറന്ന് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അഭിനയിച്ചത് ശ്രുതിയുടെ ഒരു നാടകത്തിലാട്ടോ. ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതാണ് ചാൻസ്. ഞാൻ ശ്രുതി കണ്ണ പറഞ്ഞ് എനിക്ക് ഒരു അഭിനയിക്കാൻ ഒരു വേഷം നാടകത്തിൽ തരണേന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി എഴുതിയ നാടകമായിരുന്നു അത്, പുനർജനി. അതാണ് ഞാൻ അഭിനയിച്ച് എൻ്റെ മനസ്സിൽ ഇന്നും ഞാൻ നിറഞ്ഞു നിൽക്കുന്നത്, നിറഞ്ഞാടിയ ഒരു വേഷമാണ്. നന്ദി ശ്രുതി തന്നെ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഈ ഒരാളെ കിട്ടുക, ഒരു കഥാപാത്രത്തിനനുസരിച്ചിട്ട് ഒരാളെ കിട്ടുന്നത് വലിയ പ്രയാസം തന്നെയാണ്. ശശി ഒന്ന് അതേക്കുറിച്ച് എന്നെ ഒന്ന് പറയൂ.
ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ മെച്ചൂർ നാടകങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 പ്രൊഡക്ഷൻസ്, ചിലത് ഒറ്റ പ്രൊഡക്ഷൻ മാത്രമേ, ചിലത് ഒറ്റ പ്രൊഡക്ഷനോടുകൂടി അവസാനിക്കുന്ന നാടകങ്ങളുണ്ട്. അപ്പോൾ അത്തരം നാടകങ്ങളിൽ പാഷനോടുകൂടി അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ 25 പേരൊക്കെ ഉള്ള വലിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകം, അല്ലെങ്കിൽ സിനിമ നൽകുന്ന സാമ്പത്തിക സുരക്ഷിതത്വം, സിനിമയ്ക്ക് സൊസൈറ്റി കൊടുത്ത് അല്ലെങ്കിൽ കൽപ്പിച്ചു കൊടുത്ത ഒരു വലിയ ആ ഒരു കമേഴ്ഷ്യൽ ആർട്ട് ഫോം. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രസിദ്ധി, പണം, ഇത്തരം സുരക്ഷിതത്വമൊന്നും നാടകത്തിന് പ്രൊഫഷണലായിരുന്നാലും എമിച്ചറായിരുന്നാലും ഈ നാടക സമിതികൾക്കോ മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇന്ന് ഈ അടുത്ത കാലത്ത് ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെ പറഞ്ഞതുപോലെ, ശരിക്കും ഗാനമേളക്കാർക്ക് കൊടുക്കുന്നതോ മിമിക്രിക്കാർക്ക് കൊടുക്കുന്നതോ ഒരു സ്ഥലത്ത് വരാൻ ഒരു ഉദ്ഘാടന ചടങ്ങിലെത്തുന്ന ഒരു സിനിമാ താരത്തിന് കൊടുക്കുന്നതോ ആയ പണം അല്ലെങ്കിൽ ധനം ഒരിക്കലും ഒരു നാടകക്കാരന് കിട്ടുന്നില്ല. ഈ നാടകക്കാരൻ അല്ലെങ്കിൽ നാടക സമിതിയെ തന്നെ ഒരുപാട് ഇടനിലക്കാരും ഒക്കെ ആയിട്ട് പലപ്പോഴും ഇതിൻ്റെ ഒരു നാടക സമിതി ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നാടക സമിതി അർഹിക്കുന്ന തുക പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഈ ആർട്ടിസ്റ്റിനുള്ള പ്രതിഫലവും. ആ പ്രതിഫലം പലപ്പോഴും ഇവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രൊഫഷണൽ നാടകത്തിന് ഒരു വർഷം തുടർച്ചയായിട്ട് നാടകാവതരണങ്ങളുള്ള പ്രൊഫഷണൽ നാടകത്തിൽ അതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ച് മാത്രം നിൽക്കാൻ പലർക്കും കഴിയില്ല. പല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെയും, ഫേമസ് ആയിട്ടുള്ള പല ആർട്ടിസ്റ്റുകളെയും ജീവിതം, പിന്നീട് പിൽക്കാലത്തെ ജീവിതം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ നാടകവേദി കൊണ്ട് മഹത്തായ ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ ധനസമ്പാദനം ഒന്നും നടത്താൻ കഴിയാതെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മരുന്നിന് പോലും പൈസ ഇല്ലാതെ മരണത്തിലേക്ക് വഴുതി വീണ എത്രയോ കലാകാരന്മാർ, പ്രതിഭാശാലികളായ കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയോ? നമുക്ക് സിനിമ നൽകുന്നതോ അല്ലെങ്കിൽ സിനിമയ്ക്ക് സൊസൈറ്റി കൊടുക്കുന്നതോ ആയ ഒരു പരിഗണന പോലും ഈ കലാകാരന്മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നാടകത്തിലേക്ക് വരാൻ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകത്തിലേക്ക് വരാൻ ഈ കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ശരിക്കും അവർക്ക് ഇതൊരു ധനസമ്പാദന മാർഗമായിട്ട് കാണാൻ പലപ്പോഴും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ സിനിമ അന്വേഷിച്ച് പോകും. അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഒരു നാടക സമിതി നടത്തുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന നാടകത്തിൽ അവർ അല്ലെങ്കിൽ നാടകൃത്ത് എഴുതുന്ന, സംവിധായകൻ കൺസീവ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന് അനുയോജ്യരായ നടീ നടന്മാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ഈ നാടക സമിതികൾ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൂടി മനസ്സിലാക്കണം. ശരിക്കും തിയേറ്ററിന് അർഹമായ പരിഗണന അത് പ്രൊഫഷണലായിരുന്നാലും എമച്വറായിരുന്നാലും നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഒരുപക്ഷെ പ്രൊഫഷണൽ നാടകത്തിന് നമ്മൾ വീടാന്തരം പോവുക എന്ന് പറയുന്നത് പോലെ ഉത്സവപ്പറമ്പ് തോറും ഇങ്ങനെ നാടകം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയാണ് കാണുന്നത്. നിങ്ങൾ സിനിമ ഇവിടെ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ഇല്ല. നാടകം കാണാൻ പെർമനൻ്റ് ആയിട്ട് ഒരു തിയേറ്റർ സംവിധാനം ഒരിക്കൽ അനൗൺസ് ചെയ്തതാണെങ്കിലും ബഡ്ജറ്റിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പെർമനന്റ് തിയേറ്റർ ഒരിക്കൽ തോമസ് ഐസക്കാണ് തോന്നുന്നു ടാഗോർ തിയേറ്റർ ഒക്കെ അങ്ങനെയാണ് കൺസീവ് ചെയ്തത്. പക്ഷെ അതിന്റെ അവസ്ഥ അറിയാമല്ലോ. ഇതെല്ലാം പ്രസ്താവനകളിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്രഖ്യാപനങ്ങളിലോ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞാൽ നാടക മേഖലയെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ സർക്കാരുകളും അതിൻ്റെതായ വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ കേരളം വാർത്തെടുക്കുന്നതിൽ, നവോത്ഥാന കേരളം വാർത്തെടുക്കുന്നതിൽ ഏത് കലാരൂപമാണ് ഏറ്റവും അധികം കാരണമായി തീർന്നതെന്ന് വെച്ചാൽ അത് നാടകമാണ്. വളരെ പ്രസക്തമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ സമയം പരിമിതി പോലെ എനിക്ക് ചെറിയ കാര്യം കൂടെ സുധിയോട് ചോദിച്ചിട്ട് നമുക്ക് പിന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് സമയമാണ്. സുധി, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവർ കമേഴ്ഷ്യൽ നാടകവേദി, മെയിൻ സ്ട്രീം നാടകവേദി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനേക്കാളും ചിലപ്പോൾ ഒരുപക്ഷെ വലിയ സാമ്പത്തികമായ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം നേരിടുന്ന ഒരു തിയേറ്റർ വിഭാഗമാണ് ഈ പറഞ്ഞ അമേച്ചർ ഈ പാരലൽ നാടകവേദി. അതുമാത്രമല്ല, ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. സന്ധ്യ ഒരു റോള് ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു മുഖ്യധാര നാടകവേദിയിൽ സുധി അത്തരമൊരു അങ്ങോട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതെന്നും കൂടെ ഒരു ചോദ്യമുണ്ട്. ഇതിലെ ടൈറ്റിലിൻ്റെ പരിസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എനിക്കത് ആ ടൈറ്റിലേക്ക് വരണമെന്ന് തോന്നുന്നു. നാടകം കാണാൻ ആളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 2 ദേശീയ നാടകോത്സവങ്ങൾ സംഘടിപ്പിക്കുക, സ്ത്രീ നാടകോത്സവങ്ങൾ, സ്ത്രീകൾ
സംവിധാനം ചെയ്ത നാടകോത്സവങ്ങൾ സംഘടിപ്പിക്കുക വഴി ആദ്യത്തെ നാടകോത്സവം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു. എന്താണ്, ഓഡിയൻസ് ഉണ്ടാകുമോ? അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കരുതലോട് കൂടിയാണ്. ഞങ്ങളോട് ഒപ്പം അതിൻ്റെ ഓർഗനൈസിങ് സൈഡിലുള്ള SK മിനി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു അത്. രണ്ടാമത്തെ പ്രാവശ്യം നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ കുറച്ചുകൂടെ കരുതൽ കാണിച്ചു. കാരണം സ്ത്രീകളുടെ ദേശീയ നാടക ഒരു സിനാരിയോയിൽ എങ്ങനെയാണ് നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവരുടെ പുതിയ കണ്ടെത്തലുകൾ, വിഷ്വൽസ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി. 65 നാടകങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്, സ്ത്രീകൾ സംവിധാനം ചെയ്ത നാടകങ്ങൾ. എന്നാൽ കേരളത്തിൽ നിന്ന് 4 നാടകങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മലയാള നാടക സെഷനിലേക്ക് വെറും 4 നാടകങ്ങൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സന്ധ്യേച്ചിയുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ സന്ധ്യേച്ചി പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമെന്ന് തോന്നുന്നു. കാരണം സ്ത്രീകളുടെ ഒരു സ്പേസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം. അപ്പോൾ അമച്വർ നാടകത്തിന് വലിയ ഒരു ഓഡിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലം കൂടിയാണിത്. നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നവ ഓഡിയൻസ് അല്ലെങ്കിൽ നിയോ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് മീഡിയേറ്റർ, സ്പോൺസർ എന്ന് പറയുന്ന വലിയ ഒരു പണം ചെലവഴിക്കാൻ ഈ അമേച്വർ നാടകത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ തിയേറ്ററിന് വേണ്ടി പണം ചെലവഴിക്കാൻ വലിയ ഒരു സ്പോൺസർ നിലനിൽക്കുമ്പോൾ ഈ മീഡിയേറ്റർ എങ്ങനെയാണ് ഈ പരീക്ഷണ നാടകങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ 2-3 വർഷമായി നമ്മളിതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ ഇവർക്കൊക്കെ അറിയാം, നാടകം എന്നുള്ള നടൻ്റെ കലയായിരുന്നു. ഇപ്പം ഒരു ഡയറക്ടറുടെ പേരിലാണ് പലപ്പോഴും ഈ നാടകങ്ങൾ, അമച്വർ നാടകങ്ങൾ എക്സ്പെരിമെൻ്റൽ തിയേറ്ററിലൊക്കെ വരിക, സംവിധായകരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പം മറ്റൊരു കാര്യം, പണ്ട് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ കാളിദാസ കലാകേന്ദ്രം, KPSC, അത് കലാനിലയം, ഇങ്ങനെയുള്ള നാടക സംഘങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ആ സംഘങ്ങൾ, അത് എൻസംബിൾ തിയേറ്റർ എന്ന് പറയുന്നത് അത് സംഘമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്ടറെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത, അതാണ് നിയോ ഓഡിയൻസ് അല്ലെങ്കിൽ നവ ഓഡിയൻസ് എന്നൊരു വിഭാഗം. ഇത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇവർ നാടകം കാണാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി, നിങ്ങൾ നാടകം എവിടെ അവതരിപ്പിക്കുന്നു അതിന് വേണ്ടിയിട്ടല്ല, നമ്മൾ അവരെ ക്യാൻവാസ് ചെയ്യുകയാണ്. ടിക്കറ്റൊക്കെ കൊടുത്ത് അവരെ നേരത്തെ തന്നെ അവർ പൈസ കൊടുത്തിട്ടാണ് നാടകം കാണാൻ വരുന്നത്. പൈസ കൊടുത്ത് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് നാടകം കാണുന്നത്. പക്ഷെ അതിൽ വിഷ്വൽസ് ഭയങ്കര നിലനിൽക്കുന്ന നാടകവേദിയെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന എക്സ്പെരിമെൻ്റൽ തിയേറ്ററിനെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായി നമ്മളൊരു രാഷ്ട്രീയം നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ മിനിമൽ തിയേറ്ററിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ആ മിനിമൽ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പം പുവർ തിയേറ്ററിനോട് ഏതാണ്ട് അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ അമച്വർ പരീക്ഷണ നാടകങ്ങൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. 25 വർഷമായി മലയാള നാടകവേദിയിൽ നിരീക്ഷ സ്ത്രീ നാടകവേദി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ബഡ്ജറ്റിൽ ഒരു അതിന് ഉള്ള സഹായം ഉൾക്കൊള്ളിക്കാൻ ഇതുവരെ ഒരാൾക്ക് ഒരു ധനകാര്യ മന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ 25 വർഷങ്ങൾ തരണം ചെയ്തുവെന്ന്. ഈ 2 ഫെസ്റ്റിവലും ഞങ്ങളൊക്കെ നടന്ന് ഒരുപക്ഷെ അവസാനം ഈ തൊട്ട് മുമ്പ് നടന്ന ഫെസ്റ്റിവലിൽ 100 രൂപ വെച്ച് ആളുകളോട് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഞങ്ങൾ കണ്ടത് ധാരാളം ആളുകൾ നാടകം കാണാൻ. ഞങ്ങൾ പേഴ്സണലായിട്ട് ഒരാളെയും വിളിച്ചിരുന്നില്ല. വാട്സപ്പിൽ എനിക്ക് തോന്നുന്നു സന്ധ്യേച്ചിയെ പോലും വിളിച്ചിട്ടില്ല, നിങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ അതൊരു പരീക്ഷണമായിരുന്നു. നാടകം കാണാൻ ആളുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു അന്വേഷണം കൂടിയായിരുന്നു. പക്ഷേ നിറഞ്ഞ സദസ്സിലാണ് വളരെ പൊളിറ്റിക്കലായ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ജനവിഭാഗം വളരെ അസംതൃപ്തിയോടുകൂടി ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന ഈ പിടി, എങ്ങനെയാണ് രാഷ്ട്രം നമ്മുടെ മേൽ പിടി അല്ലെങ്കിൽ ഭരണകൂടം പിടിമുറുക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അതിനുള്ള സമയവുമല്ലെന്ന് തോന്നുന്നു. പക്ഷേ ആ പിടിമുറുക്കുന്നത് എന്നുള്ളത് വളരെ അതിൽ നിന്ന് വിടുതൽ വാങ്ങുക. അത് രചയിതാവ് പറയുണ്ടായി, നമ്മൾ എങ്ങനെയാണ് ഒരു നാടകം ഇനി രചിക്കുക, എങ്ങനെയാണ് അതിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അന്വേഷണം. സന്ധ്യേച്ചി പറഞ്ഞു എങ്ങനെയായിരിക്കണം അത് അവതരിപ്പിക്കുക എന്നുള്ളത്. വലിയ പ്രശ്നമില്ല. പാവനാടകം കാണുമ്പോൾ തൊട്ട് മുന്നുള്ള നാടകങ്ങളിൽ കണ്ട പൊളിറ്റിക്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പാവനാടകത്തിൽ. കാരണം അത് സ്ത്രീയുടെ വിഷയം പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പുള്ള കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളൊക്കെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ നമ്മുടെ പോക്ക്?
ഇവിടെ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, ആ ജനാധിപത്യത്തിൻ്റെ വിഘടനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അതറിയാം എങ്ങനെയാണ് ഉദാര ജനാധിപത്യത്തിലേക്ക് മാറുന്നത്. സംസ്കാരവും കലയും എവിടെയാണ് തളയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ കാലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്? ഞാൻ എന്ത് തരം നാടകം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്കുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരം നാടകം കാണാനുള്ള ചോയ്സാണുള്ളത്? ഇത്തരമുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര എൻ്റെ പേര് ഹരിദാസ്. ഞാൻ ഈ വിഷയം ഞാൻ കേട്ടത് നാടകം കാണാൻ കേരളത്തിലാളുണ്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ഷെയറിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഡാലസിൽ നിന്നാണ്, സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ എൻ്റെ കൊളീഗുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഞങ്ങൾ എഴുത്തച്ഛൻ എന്നൊരു നാടകം കൂട്ടുകാർ ചേർന്ന് എഴുതിയുണ്ടാക്കി ചെയ്തു. അത് നമ്മുടെ സി രാധാകൃഷ്ണൻ സാർ എഴുതിയ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന കഥ ഒരു 3 വർഷം 3 പേര് കുത്തിയിരുന്ന് പലതവണ എഴുതി വെട്ടിത്തിരുത്തി എഴുതി ചെയ്തതാണ്. അത് അമേരിക്കയിലെ ഓഡിയൻസിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തതാണ്. അവിടെ ആളുണ്ടായിരുന്നോ? അവിടെ ഞങ്ങൾക്ക് 3 സ്റ്റേജ് കിട്ടി എന്നുള്ളതാണ് സത്യം. ഓരോ സ്റ്റേജിലും ഒരു 400 പേര് വെച്ച് കാണാനുണ്ടായിരുന്നു. അവസാനത്തെ സ്റ്റേജിൽ ഏതാണ്ട് 1000-ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ മലയാളികളുള്ളവർ നാടകം കാണാൻ താല്പര്യമുള്ളവരാണ്. അവിടെ ആളുണ്ട്, നല്ലപോലെ നാടകങ്ങൾ ചെയ്താൽ. അതുകൊണ്ടായിരിക്കണം 3 സ്റ്റേജ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നാടകത്തിൻ്റെ പുതിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ 80-കളിലോ 90-കളിലോ ഒക്കെ പോയ ആൾക്കാരാണ്. അവർ പണ്ട് ഈ പറഞ്ഞ നാടകങ്ങളൊക്കെ പഴയ നാടകങ്ങളാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരതാണ് ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്. പുതിയ വ്യത്യാസങ്ങൾ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് അതൊന്നും അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഈ പറയുന്ന ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പം അത് ഈ എത്ര നാടകങ്ങളാണ് ഞങ്ങൾ വാച്ച് ചെയ്യേണ്ടത്? ഈ നാടകത്തിലെ ചേഞ്ചസ് അറിയാനായിട്ട് ഒരു ബുക്ക് പോലെ ഞങ്ങൾക്ക് കാണാവുന്ന ഏതാനും 2-3 നാടകങ്ങൾ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശശികുമാർ സാറോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലോ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ നന്നായിരിക്കും. താങ്ക് യു. നാടകം കാണാൻ ആളുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാം. ഒന്ന്, ഈ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാടകത്തിൻ്റെ. ഈ വെഞ്ഞാറമൂട് രാമചന്ദ്രൻ നാടകോത്സവത്തിലും ഈ കോട്ടയ്ക്കകത്ത് കിടക്കുന്ന നാടകോത്സവത്തിലുമൊക്കെ തന്നെ നിറഞ്ഞ ഓഡിയൻസാണ്. 500-1000-ലധികം ഓഡിയൻസ് പങ്കെടുക്കുന്നുണ്ട് പ്രൊഫഷണൽ നാടകം കാണാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായും ഈ പാതിര ഉത്സവരാവുകളിൽ നാടകം കാണാൻ ഒരുപക്ഷെ പഴയതുപോലെ ആളിനെ കിട്ടണമെന്നില്ല. തിയേറ്ററുകളുണ്ടായി അവിടെ നാടകങ്ങൾ അവതരിപ്പിച്ചാൽ ഓഡിയൻസ് ഉണ്ടാവും. മറ്റ് എല്ലാ കലാരൂപങ്ങൾക്കും ഉണ്ടായത് കഥാപ്രസംഗം, ഡാൻസ് ഉണ്ടായ അപജയം അത്രത്തോളം നാടകത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നാടകം എന്ന കല നമ്മളൊക്കെ ക്ഷേത്ര മൈതാനത്താണ് കണ്ട് ശീലിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നേരത്തെ പങ്കെടുത്ത ഒരു സെക്ഷൻ്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് ഈ ചോദ്യം മനസ്സിൽ വന്നത്. അപ്പം നേരത്തെ പങ്കെടുത്ത സെക്ഷനിൽ എം മുകുന്ദൻ ആയി സംസാരിക്കുന്ന ഒരു സെക്ഷനിലാണ് പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നിന്ന് എഴുതാനും ഡൽഹിയിൽ ജീവിക്കാനും പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ ഇവിടെ സന്ധ്യ മാഡം സംസാരിച്ച് തുടങ്ങിയത് ഞങ്ങളുടെ തൂലിക ഭയക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും കേരളത്തിൽ അങ്ങനെ തൂലിക ഭയക്കേണ്ടതായ ഒരു ഘട്ടം വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എഴുതുന്നതിനകത്ത് എന്താണ് സത്യമുള്ളത്? അതാ എനിക്കറിയാനുള്ളത്. ഇതിൽ അമേരിക്കയിൽ നിന്ന് വന്ന സുഹൃത്ത് ചോദിച്ചത് ഏത് തരം നാടകങ്ങളാണ് ഞങ്ങൾ കാണേണ്ടത് എന്നുള്ളത്. ശരിക്കും അത് ഒരു പ്രേക്ഷകൻ്റെ ആസ്വാദനത്തിനനുസരിച്ചാണ്. എനിക്ക് അതിന് അഭിപ്രായം നല്ല നാടകങ്ങൾ കാണുക. അത് എമച്വറായിരുന്നാലും പ്രൊഫഷണലായിരുന്നാലും നല്ല നാടകങ്ങൾ കണ്ടെത്തി കാണുക. അതിന് വേറെ സജഷൻസ് ഒന്നും തരാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വാദനത്തിനനുസരിച്ചായിരിക്കും അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ആസ്വാദനത്തിൻ്റെ മുകളിൽ മറ്റൊരു ജഡ്ജ്മെൻറ്റിന് ഇല്ല. നല്ല നാടകങ്ങൾ അത് ഇപ്പോൾ പിന്നെ ഇറ്റ്ഫോക്ക് നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ എത്ര നല്ല നാടകങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ സിനോപ്സിസ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതിൽ പലതിൻ്റെയും ഞാൻ കണ്ട കേരളത്തിലെ പല നാടകങ്ങളൊക്കെ ഉണ്ട്. ഉബി റോയ് എന്നൊക്കെ പറയുന്ന നാടകമൊക്കെ ഞാൻ കണ്ടത് നല്ല നാടകമാണ്. അപ്പോൾ നല്ല നാടകങ്ങൾ കണ്ടെത്തി കാണുക എന്ന് പറയാനേ എനിക്ക് പറ്റൂ. ഇപ്പോൾ രാജേഷ് ചോദിച്ച ചോദ്യം ഈ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആദ്യം സന്ധ്യ ചേച്ചിയും ഞാനും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മുടെ ഉത്സവപ്പറമ്പുകളെ അല്ലെങ്കിൽ പള്ളി മീൻസ് ആരാധനകളെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഫഷണൽ നാടകങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത്.
അപ്പോൾ അവിടെ പറയാനുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിലെ ചില ജീർണതകൾക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ട ചിലതൊക്കെ പലപ്പോഴും പറയാതെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നിർമാല്യം സിനിമ ഇപ്പോൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ചില ഭവിഷ്യത്തുകളെ പേടിച്ചിട്ടാണ് പലപ്പോഴും ഈ അവസ്ഥകൾ ഉണ്ടാകുന്നത്. അതുപോലെ നാടകത്തെയും അത് ആദ്യമേ സന്ദേശിച്ച് പറഞ്ഞു, നാടകത്തിൻ്റെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ചില പരിമിതികളുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ പലതും പൊളിച്ചു പറയാൻ പറ്റാത്ത ചില അവസ്ഥകൾ സംജാതമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. നേരത്തെ ശ്രുതി പറഞ്ഞ കണക്ക് ഫാസിസം എന്ന് പറയുന്നത് ഏതു രൂപത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല രൂപത്തിൽ അത് സൊസൈറ്റിയെ ബാധിച്ചതുപോലെ പല കലാരൂപങ്ങളെയും ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പം നാടകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫാമിലിയിലാണെങ്കിൽ പറയും നിൻ്റെ നാടകമൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ബേസിക്കലി. അപ്പോൾ നാടകത്തിൻ്റെയും നമ്മുടെ ആ വേ ഓഫ് ബിഹേവിങ്ങിൻ്റെയൊക്കെ ആ ഒരു ശൈലി മാറി പൊതുവെ, ഈവൻ നമ്മുടെ ഈ സംഭാഷണങ്ങളിൽ പോലും. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ തലങ്ങൾ പോലും വ്യത്യസ്തമായിരിക്കുകയാണ്. അതൊരു ചലഞ്ചാണ്. അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ എങ്ങനെയാണത് അതിജീവിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു പഴയ കൺസെപ്റ്റല്ലല്ലോ, സ്ക്രിപ്റ്റിംഗ് ഒക്കെ മാറിയില്ലേ? ഈ എന്തിനും ഒരു പരിമിതിയും വിലക്കുകളും വരും. അതിനെ അതിജീവിക്കുക, ആ വിലങ്ങുകളെ മുറിച്ചു മാറ്റുകയാണ് കലാകാരൻ്റെ ഉദ്യമം. അതിലേക്കുള്ള ചവിട്ടുപടിയിലേക്കാണ് ഞങ്ങൾ. അത് സംഭവിച്ചിരിക്കും. നന്ദി, നമസ്കാരം. ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹോപഹാരം നൽകുന്നതിനായി മാതൃഭൂമി പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്റർ പി. അനിൽകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.